ഭൂതത്താൻ കെട്ടിച്ച കിടാം തകർന്ന സാഹചര്യത്തിൽ പിണ്ടിമന പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. ടൂറിസം മേഖലയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും ബോട്ട് ജെട്ടിയുടെ ഭാഗം കരഭൂമിയായതോടെ കാട്ടാനശല്യം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു. ചെക്ക് രണ്ട് വശത്തും കാലവർഷക്കെടുതി മൂലമാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ധാരാളമായി ടൂറിസ്റ്റുകൾ വന്നിരുന്ന ഭാഗമാണിത്. ബോട്ട് സവാരിയും നടത്തിയിരുന്നു. മണ്ണിടിച്ചിൽ സംഭവിച്ചതോടെ ടൂറിസം മേഖലയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കീരമ്പാറ പുന്നേക്കാട് ഭാഗത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മണ്ണിടിച്ചിൽ മൂലം ബോട്ട് ജെട്ടിയുടെ ഭാഗം കരഭൂമിയായതോടെ ആനകൾ ഇവിടേക്കും കടന്നുവരാൻ സാധ്യതയുണ്ടെന്ന് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പറയുന്നു. കീരമ്പാറ പുന്നേക്കാട് വളരെ ആനശല്യം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണ്ണിടിച്ചിൽ മൂലം ഈ ബോട്ട് ജെട്ടി ഭാഗത്തേക്കുള്ള വെള്ളമെല്ലാം പോയി കരഭൂമി ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ആനകൾ ഈ ഭാഗത്തേക്ക് കൂടി കടന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മണ്ണിടിച്ചിൽ മൂലം. ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ട് 7 വർഷത്തോളമാകുന്നു. ചെക്ക് ഡാമിന്റെ ഇരുവശവും പാകിയിരുന്ന കല്ലുകൾക്ക് മണ്ണിടിച്ചിൽ മൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ടൂറിസം സീസൺ അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഡാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെക്ക് ഡാം പുനർനിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കും. വിദേശികളും സ്വദേശികളും അടക്കം ടൂറിസം സീസണിൽ ഇവിടെ എത്താറുണ്ട്. സീസൺ സമയത്തിന് മുൻപ് പണി പൂർത്തിയാക്കുവാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് അധികൃതർ. യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇക്കാര്യം ശക്തമായി അവതരിപ്പിച്ച് ഭരണസമിതിക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ജെസ്സി സാജു പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഡിപ്പാർട്ട്മെൻറ്റുമായി ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാളെ പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഭരണസമിതിക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇടപെട്ട് ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. എന്നോടൊപ്പം ഈ വാർഡിലെ മെമ്പർ സിജിയുമുണ്ട്. ഞങ്ങൾ കമ്മിറ്റിയിൽ ശക്തമായി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ കാര്യങ്ങൾ അറിയിച്ച് പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.